ഹായ്, ഫിനാൻഷ്യൽ ലിറ്ററസി ട്രെയിനിങ്ങിന്റെ ആദ്യ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബേസിക് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ്. ഒന്ന് മണി ആൻഡ് ഫിനാൻസ്. എന്താണ് മണി? നമുക്കറിയാം, ആദ്യ കാലഘട്ടങ്ങളിൽ നൂറ്റാണ്ടുകൾക്ക് മുന്നേ സാധനങ്ങൾ ആളുകൾ കൈമാറിയിരുന്നത് ബാർട്ടർ സംവിധാനത്തിലൂടെയാണ്. അതായത് എൻ്റെ കയ്യിലുള്ള സാധനം മറ്റൊരാൾക്ക് കൊടുത്ത് അവരുടെ സാധനങ്ങൾ നമ്മൾ കൈമാറ്റം ചെയ്യുന്ന രീതിയെയാണ് ബാർട്ടർ സംവിധാനം എന്ന് പറഞ്ഞിരുന്നത്. നമ്മളിതൊക്കെ മുൻകാലഘട്ടങ്ങളിൽ പഠിക്കുമ്പോൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും എന്ന കാര്യം തീർച്ചയാണല്ലോ. ഓക്കെ, പക്ഷേ ബാർട്ടർ സംവിധാനത്തിൽ ഒരു ഡിഫോൾട്ട് ഉണ്ട്. സാധനങ്ങൾ വാല്യൂ നിശ്ചയിക്കാൻ സാധിക്കില്ല. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് അന്നത്തെ ഭരണകർത്താക്കൾ ഒരു കോമൺ മീഡിയം വേണം സാധനങ്ങൾ കൈമാറാൻ എന്ന നിർദ്ദേശത്താലാണ് കറൻസി രൂപപ്പെട്ടത്. ഓരോ രാജ്യത്തിനും ഡിഫറെന്റ് കറൻസികളാണ് ഇന്ന് നിലവിലുള്ളത്. ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിൽ ഇന്ത്യൻ റുപ്പി, അമേരിക്കയെ സംബന്ധിച്ചാണെങ്കിൽ ഡോളർ തുടങ്ങുന്ന വ്യത്യസ്തങ്ങളായ രാജ്യങ്ങൾ വ്യത്യസ്തങ്ങളായ കറൻസികൾ ഇറക്കുവാൻ തുടങ്ങി. ഈ കറൻസിയെ പറയുന്ന പേരാണ് മണി എന്ന് പറയുന്നത്. അടുത്ത സബ്ജക്ട് ഫിനാൻസ് ആണ്. നേരത്തെ പറഞ്ഞ മണി എങ്ങനെ ഫലപ്രദമായി യൂട്ടിലൈസ് ചെയ്യാം, എങ്ങനെ സേവിങ്സ് നടത്താം, എങ്ങനെ അത് കൈകാര്യം ചെയ്യാം എന്ന് പഠിപ്പിക്കുന്ന ശാസ്ത്രത്തെ പറയുന്ന പേരാണ് ഫിനാൻസ് എന്ന് പറയുന്നത്. ഫിനാൻസ് വലിയൊരു സബ്ജക്റ്റ് ആണ്. വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് ഫിനാൻസിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാം. താങ്ക് യു.